ഹലോ, എന്താ ശ്രമിച്ച? നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാനേ ഈ കോച്ചിങ് ക്യാമ്പ് ആയതുകൊണ്ട് രാവിലെ പോകും. അതുകൊണ്ട് ഇവിടെ നടക്കുന്ന വിശേഷമൊന്നും അറിയാറില്ല. തിരിച്ചടിക്കാൻ തോന്നുന്നുണ്ടോ? എടാ, നന്ദൻ എന്റെ ഫ്രണ്ടാ. ഗ്രൗണ്ടിൽ നിന്നുള്ള കമന്റ് ഇടയിൽ ഭരണം ഒതുക്കുന്ന നല്ലത്. പോട്ടെ. മനസ്സിലായല്ലോ? ആ, ചന്ദ്രു, ചന്ദ്രു, കൺഗ്രാചുലേഷൻ. നന്ദനെ കൈകാര്യം ചെയ്തല്ലേ? മിണ്ടരുത്. നിന്റെ വീട്ടിൽ അനുവാദമില്ലാതെ കയറാൻ ശ്രമിച്ച ഒരു ഫ്രണ്ടിനെ തടയാൻ നിനക്ക് അധികാരമുണ്ട്. എന്നിട്ട് സാർ കൈകാര്യം ചെയ്യട്ടെ. സായിപ്പന്മാർക്ക് ഓരോന്ന് കൊടുത്തിട്ടുണ്ട്. നല്ല നടപ്പിന്. വലുതായിട്ടൊന്നുമില്ല. നീ ഇത്ര ചീപ്പായി പോയടാ. അല്ലേ മക്കളെ, അല്ലേ അമ്മ പാലെടുത്ത് വെച്ചിരിക്കുന്നു. കുടിച്ചിട്ട് കിടന്ന് തുടങ്ങ. ഞാനിപ്പോഴും നന്ദന്റെ കൂടാ, അത് മറക്കണ്ട. അങ്ങൂരെ നടക്കണമല്ലോ എന്ന് വിചാരിച്ച് വിഷമിച്ച് വരികയായിരുന്നു. എന്റെ സമയം കൊള്ളാം. അയ്യോ, ഇതിവിടെ സർക്കാരിന്റെ വണ്ടിയല്ലേ? അധികം ലാത്തി അടിക്കാൻ പുറകിലോട്ട് കയറാം. അയ്യോ, അത് ചന്ദ്രന്റെ കാറല്ലേ? എന്റെ ദൈവമേ, എത്ര കാറാ! അണ്ണാ ഞാൻ എഴുതിപ്പോയിക്കോട്ടോ. എല്ലാരും കൂടെ എങ്ങോട്ട് പോകണമെന്നാ? അയ്യോ, ഇതെന്താ പറ്റിയെന്നാ? അത് ശരി, ഒരു പാതയിട്ടാണ്ട് ഡോട്ടെ. ഇതിനു മുമ്പ് ഒരിക്കലേ ഞാൻ ഇങ്ങനെ ഇരുന്നിട്ടുള്ളൂ. അന്ന് അവിടെ വന്നിട്ട് പോയപ്പോ എന്നെ പോലീസ് പിടിച്ചില്ലേ? എന്നെ 15 മിനിറ്റ് ഇരുത്തി, ചൂടില്ലാതെ. പച്ച കത്തി എന്നാ. അമ്മ എന്ത് പറയുന്നു? ചേച്ചി കരയാതിരിക്കൂ. ബി കോൺഫിഡന്റ്. കരയാതിരിക്കൂ ദേവി. ഡോണ്ട് ലൂസ് യുവർ സ്ട്രെങ്ത്. ഓക്കെ, ഗുഡ് നൈറ്റ്. എന്ത് പറഞ്ഞു? കാര്യം ശരിയാണ്. എല്ലാം ഫിക്സ് ചെയ്തു. അടുത്ത ആഴ്ച പോവുക ഒരു നാട്ടിലേക്ക്. ഗുരുവായൂർ വെച്ചാ കല്യാണം. എന്ത് ചെയ്യാൻ അവസരത്തെ? എന്ത് ചെയ്യാനാടോ? വിളിച്ചിറക്കി രജിസ്റ്റർ മാരേജ് നടത്തണം. എനിക്ക് ഈ കോച്ചിങ് ക്യാമ്പ് ആയിപ്പോയി. ഇത് നടന്നില്ലെങ്കിൽ അവനാകെ തകർന്നു. ഞാൻ ഇറങ്ങട്ടെ. നാളെ രാവിലെ ഈ വഴി വരാം. തന്നെയോ? എന്താ മോനെ രാത്രിയിലെ കയറിയിരിക്കേ? വേണ്ടവേ, ഞാനിവിടെ നോളാം. ഞങ്ങൾ അങ്ങോട്ടിരിക്കാം. ഔസേപ്പച്ചന്റെ പാർട്ടി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അമ്മ വിളിച്ചിട്ട് അകത്തേക്ക് കയറാത്തത്. അല്ലയാ, വേറൊരു വഴിയില്ല. 2-3 ദിവസത്തിനുള്ളിൽ രജിസ്റ്റർ മാരേജ് നടത്തേണ്ടി വരും. ദേവിയുടെ കല്യാണം ഫിക്സ് ചെയ്തു. തൽക്കാലം അമ്മ സമ്മതിച്ചിരിക്കുന്നു എന്ന് മനസ്സുകൊണ്ട് വിചാരിക്കുക. താര ഇപ്പോ ദേവിയോട് ഫോണിൽ സംസാരിച്ചു. നോ പ്രോബ്ലം ആണിയാ. എന്ത് വന്നാലും നമ്മൾ ഈ കല്യാണം നടത്താൻ പോകുന്നു. ഔസേപ്പച്ചന്റെ പോലീസ് എസ്കോർട്ടോടുകൂടി. വണ്ടി മാറ്റേ. മാറ്റിയില്ലെങ്കിലോ? മാറ്റാ പറഞ്ഞേ. നിങ്ങൾ തല്ലുമല്ലേ? പോക്കൃത്തിനെ കാണിച്ചാൽ തല്ലും. വണ്ടി മാറ്റാ. മാറ്റില്ല, മാറ്റില്ല. വണ്ടി എടുത്ത് മാറ്റാ പറ. വണ്ടി മാറ്റി പറ. വണ്ടി മാറ്റി. സ്റ്റാർട്ടാവുന്നില്ലേ? അപ്പോ
ചന്ദ്രു ചന്ദ്രു ആരാത്? ഞാനാമേ തന്നെയാ. ചന്ദ്രു ഉറങ്ങിയല്ലോ. എനിക്ക് അമ്മയോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അത് അകത്ത് കയറിയിരുന്ന് പറയേണ്ട കാര്യമാ. പക്ഷെ ഇപ്പോഴത്തെ ഈ കണ്ടീഷനില് അത് വേണ്ട. ഞാൻ എവിടെ നിന്ന് പറയാം? തന്നെ പോകൂ. അങ്ങനെ പോയാലെങ്ങനെ? എനിക്ക് കാര്യം പറയണ്ടേ? സ്വബോധം കിട്ടുമ്പോ പറഞ്ഞാ മതി. എന്താ? ശരി, ഈ സ്വഭാവം ഇല്ലല്ലോ. നല്ല ബോധമുണ്ട്. ബോധം കിട്ട് ഓരോന്ന് പെരുമാറുന്നത് നിങ്ങളെപ്പോലുള്ളവരാ. അനാവശ്യം പറയരുത്. അനാവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ അത്യാവശ്യമുള്ള കാര്യമായുണ്ട്. പെട്ടെന്ന് പറഞ്ഞു നിർത്തേക്കാം. സാറിന്റെ മകള് ദേവി മേനോനെ ഞങ്ങളുടെ നന്ദന് കല്യാണം കഴിച്ചു കൊടുക്കണം. എന്റെ മകളെ ആർക്ക് കല്യാണം കഴിച്ചു കൊടുക്കണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. പോരാ, ഇക്കാര്യത്തിൽ പോരാ. ഞങ്ങൾ കുറെ ഫ്രണ്ട്സോടെ തീരുമാനിക്കണം. ഒരു ചെറുപ്പക്കാരനെ വീട്ടിൽ വിളിച്ച് കയറ്റിയിരുത്തി വേണ്ടാത്ത വാഗ്ദാനങ്ങളെല്ലാം കൊടുത്ത് മധുവാനെ പോലെ കൊണ്ടുനടന്നിട്ട് ഇപ്പൊ അത് തഴയുക. വേറെ കല്യാണം ആലോചിക്കുക. ഞങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു വിചാരിച്ചോ? അല്ലെ അമ്മ പറയട്ടെ, ഇറങ്ങണ വെളിയിൽ. സ്വരം മാറ്റരുത്. എന്റെ സ്വരം മാറും. വിട. ആണുങ്ങളായ നേരിട്ട് ഇടപെടണം. കൂലിക്ക് ആളെ വെച്ച് അടുപ്പിക്കാൻ നോക്കുന്നു. അത് തന്നെ കൂലിക്ക് ആളെ വെച്ച് അടുപ്പിക്കാൻ നോക്കുന്നു. ദേവി, ദേവി, ധൈര്യം ഉണ്ടെങ്കിൽ ഗേറ്റ് വരെ ഇറങ്ങിയതാ. ഞാൻ നിങ്ങളുടെ കല്യാണം നടത്തിച്ചേരാം. ഒരുത്തരൊരു ചുക്ക് ചെയ്യാൻ പോകുന്നില്ല. നമുക്ക് കാണാം. എന്തോ കാണാനാ? വെറുതെ തിണ്ണ വിളിച്ച് കാണിക്കരുത്. തന്നെ എനിക്ക് കാണണ്ട ഇവിടെ വെച്ചാ, ഈ റോഡിൽ വെച്ച്. തന്നെ താൻ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. ആ ഇനിയും വല്ലവരെ കൂലിക്ക് എടുത്തിരുന്നേ പറ. ഇതുകൊണ്ട് തീർക്കണം. പോട്ടെ, നമുക്ക് കാണാം. കണിച്ച, എന്താ? എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ഐ ഹാവ് നോ ടൈം. കണ്ണിച്ചൻ എന്നെ വെറുതെ തെറ്റിദ്ധരിച്ചിരിക്കുക. ചന്ദ്രു എന്താ ഒരു കാര്യം മനസ്സിലാക്കാത്തത്? ദേവിയുടെയും നന്ദന്റെയും കാര്യത്തിൽ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കണ്ണിച്ചൻ എന്ത് കിട്ടാനാ? ചന്ദ്രു മാത്രമല്ല ഈ കാര്യത്തിന് എതിര് നിൽക്കുന്നത്. ഞാൻ എതിരല്ല താരം. അച്ഛന്റെ ചെലവിൽ കഴിയുന്ന എനിക്ക് ഈ ഒരു സ്റ്റാൻഡ് എടുക്കാൻ പറ്റും. പോകാതരാ. കണ്ണിച്ചൻ എന്നോട് സംസാരിക്കണം. ഞാനേ ആണുങ്ങളോടെ സംസാരിക്കാറുള്ളൂ. എടാ, നന്ദന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇതിനകം പലതും സംഭവിച്ചേനെ. മിനിമം നിന്റെ ചേച്ചിക്ക് ഒരു ചീത്തപ്പേരെങ്കിലും. അവൻ പാവമായതുകൊണ്ടല്ലേ നീ കേട്ട് വട്ട കിട്ടുന്നത്. ഞാൻ എന്ത് ചെയ്യണം? കണ്ണിച്ചൻ പറ. എല്ലാം തീരുമാനിച്ചിരിക്കുക. ഗുരുവായൂർ വെച്ച് കല്യാണം നടത്താൻ വരെ. അതിനു മുമ്പ് നമുക്ക് അവരുടെ രജിസ്റ്റർ മാരേജ് നടത്തണം. താൻ കൂടെ വയ്ക്കാം. നന്ദന്റെയും ദേവിയുടെയും കല്യാണം നടന്നില്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. കഷ്ടമല്ലേ? അതൊക്കെ ഇവിടെ എന്റെ കോച്ചിങ് ക്യാമ്പ് കഴിഞ്ഞാലുടൻ നമുക്കത് നടത്തണം. നമുക്ക് നാളെ രാവിലെ ഞങ്ങൾ പോവുകയാണ്. അപ്പൊ ചന്ദ്രു രാവിലെ എത്രയും നേരത്തെ ഇവിടെ വരിക? ദേവിയെയും കൂട്ടി. എന്തെങ്കിലും ഒരു കാരണം പറയൂ ചന്ദ്രു. ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോകാനാണെന്നോ അമ്പലത്തിൽ പോകാനാണെന്നോ? കാരണം എന്താ? ഞാൻ വരാം. കണ്ണിച്ചൻ രാവിലെ കൂട്ടിക്കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ, എന്താടോ ഒരു വെപ്രാളം തോന്നുന്നു അല്ലേ? അല്ല, അമ്മയോട് ഞാൻ ഒന്നുമില്ലടോ. ഇത് കഴിയുമ്പോ എല്ലാം ശരിയാവും. താൻ രാവിലെ ദേവി ഇവിടെ എത്തിക്കുക. ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം. ആ, നിങ്ങൾ വരട്ടെ. ഗുഡ് നൈറ്റ്. ഇത് വേണോ? ആ, ഇരിക്കട്ടെ. അച്ഛാ, നാളെ എപ്പോഴാണ് നമ്മൾ പോകുന്നത്? ഒരു 10-10:30 പോവാം. എന്താ കാര്യം? അല്ല, രാവിലെ ചേച്ചിക്ക് വണ്ടിയൊന്നും വേണമെന്ന് പറഞ്ഞു. ഓ, മിണ്ടി തുടങ്ങിയോ അവര്? എവിടെ പോവാനാ?
ഫ്രണ്ട്സിന്റെ അല്ല, അമ്പലത്തിൽ പോണം. പിന്നെ ഫ്രണ്ട്സിന്റെ വീട്ടിലെ മറ്റോ. ആരാ കൊണ്ടുപോകുന്നത്? ഞാൻ കൊണ്ടുപോകും. അത്യാവശ്യമുള്ള ഒരു ബാഗിലാക്കി വെച്ചോളൂ. വേഗം പോയിട്ട് ഒരു കുട്ടി 10 മണിക്ക് അച്ഛൻ എവിടെ പോണോന്ന് പറഞ്ഞു. എന്താ മോനെ? കരയ നിന്റെ മനസ്സ് അമ്മയ്ക്ക് കാണാം. എല്ലാം മറക്കണം, ഒന്നും ഓർക്കാതിരിക്കാൻ പ്രാർത്ഥിക്കും. വേഗം പോയിട്ട് സണ്ണി മരിച്ചു. ബൈക്ക് ആക്സിഡന്റിൽ. വിനോദ് സീരിയസ് ഹോസ്പിറ്റലിലാണ്. അതെ, ഇന്നലെ രാത്രിയിൽ ബോഡി കൊണ്ടുവന്നു. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ഇപ്പോഴാ കിട്ടിയത്. ആ, താനൊരു കാര്യം ചെയ്യും, അവിടെയുള്ള എല്ലാരെയും വിളിച്ചു പറയാം. ആ, കുറെ പേരൊക്കെ അറിഞ്ഞിട്ടുണ്ട്. എല്ലാരെയും വിളിച്ചു പറഞ്ഞേക്ക്.